ബംഗാൾ രാഷ്ട്രീയം ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് വരാനിരിക്കുന്ന ഒരു വലിയ പോരാട്ടത്തിലേക്കാണ്. പശ്ചിമ ബംഗാളിൽ SIR നടപടികൾ പൂർത്തിയായപ്പോൾ പുറത്തുവന്ന കണക്കുകൾ ഏതൊരു ജനാധിപത്യ വിശ്വാസിയെയും ഞെട്ടിക്കുന്നതുമാണ്. ഏകദേശം 91 ലക്ഷം പേരാണ് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായിരിക്കുന്നത്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ മുർഷിദാബാദിലാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നഷ്ടപ്പെട്ടത് എന്നത് ഈ നടപടിയുടെ പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെക്കുറിച്ച് വലിയ സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. BJP ഭരണകൂടം കേന്ദ്ര ഏജൻസികളെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഉപയോഗിച്ച് ബംഗാളിൽ ഒരു പരോക്ഷ പൗരത്വ പരിശോധന നടത്തുകയാണോ എന്ന ആശങ്ക മമതാ ബാനർജി നേരത്തെ തന്നെ പങ്കുവച്ചതുമാണ്. പട്ടിക പുറത്തു വന്നതോടെ ആ ആശങ്കകളും ശരിവെക്കപ്പെടുകയാണ്. എന്നാൽ BJPയുടെ ഈ നീക്കങ്ങൾക്ക് മമതാ ബാനർജി നൽകുന്ന അതിശക്തമായ തിരിച്ചടിയാണ്. വെറുമൊരു രാഷ്ട്രീയ പ്രതിഷേധത്തിൽ ഒതുങ്ങാതെ നിയമപരമായി തെരുവിലും മമത ഒരുപോലെ പോരാടുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചതോടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. കോടതി ഇടപെട്ട് ഒരു ട്രൈബ്യൂണൽ രൂപീകരിക്കുകയും പരാതികൾ കേൾക്കാൻ ഉത്തരവിടുകയും ചെയ്തതോടെ പുറത്താക്കപ്പെട്ടവരിൽ 32 ലക്ഷത്തിലധികം പേരെ വോട്ടർ പട്ടികയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർബന്ധിതരായി. ഇത് കേന്ദ്ര സർക്കാരിന് കമ്മീഷനുമേറ്റ കനത്ത തിരിച്ചടിയാണ്. എന്നിരുന്നാലും ബാക്കിയുള്ള ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയുമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ബംഗാളിൽ അരങ്ങേറുന്നത്. തൃണമൂൽ MPമാർ കമ്മീഷനെ കാണാൻ ചെന്നപ്പോൾ ഉണ്ടായ പെരുമാറ്റം പോലും ഇതിന് തെളിവാണ്. ഡെറിക് ഒബ്രിയാൻ ഉൾപ്പെടെയുള്ളവരോട് പുറത്തു പോകൂ എന്ന് ആക്രോശിച്ച കമ്മീഷൻ നടപടി ജനാധിപത്യ മര്യാദകളുടെ ഒരു ലംഘനമാണ്. ഇതിനു പിന്നാലെ കമ്മീഷൻ ഔദ്യോഗികമായി പുറത്തുവിട്ട പരിഹാസ രൂപേണയുള്ള ട്വീറ്റുകൾ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് ചേർന്നതല്ല എന്ന വിമർശനവും ശക്തമാക്കുകയാണ്. BJPക്ക് വേണ്ടി കമ്മീഷൻ വിടുപണി ചെയ്യുകയാണെന്ന മമതയുടെ ആരോപണങ്ങൾക്ക് ഈ സംഭവങ്ങൾ കൂടുതൽ കരുത്തും പകരുന്നുണ്ട്. മമതാ ബാനർജി എന്ന പോരാളി ഈ പ്രതിസന്ധിയെ തന്റെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയും കഴിഞ്ഞു. മുറിവേറ്റ കടുവ കൂടുതൽ അപകടകാരിയാണ് എന്ന മമതയുടെ പ്രഖ്യാപനം ബംഗാളിലെ തെരുവുകളിൽ അലയടിക്കുകയുമാണ്. ഡൽഹിയിൽ നിന്നുള്ളവർ ബംഗാളിന്റെ സ്വത്വത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന വികാരം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ മമത വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സാധാരണക്കാരായ സ്ത്രീകളോട് ടെലിപ്രോംപ്റ്റർ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ചും നേരിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നും അവർ BJPയുടെ തന്ത്രങ്ങളെ നേരിടുകയാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിയ നടപടി ജനങ്ങളെ അണിനിരത്താനുള്ള ഇന്ധനമായി മമതയ്ക്ക് ഉപയോഗിക്കാനും കഴിഞ്ഞു. 2021 എല്ലാ പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തി മമത തിരിച്ചു വന്നതുപോലെ ഇത്തവണയും ഈ വെല്ലുവിളികളെ അതിജീവിച്ച് അവർ അധികാരം നിലനിർത്തുമെന്നാണ് ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യം സൂചിപ്പിക്കുന്നത്. ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർക്ക് ബംഗാളിന്റെ മണ്ണിൽ മമത നൽകുന്നത് സന്ധിയില്ലാത്ത സമരത്തിന്റെ ഒരു സന്ദേശം കൂടിയാണ്.